സത്യനുണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ വിനോദ് ഭാസ്കർ ഉണ്ടായിരുന്നു, ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കളെ, രേണുസുതി കേസ് കൊടുത്ത ഒരു യൂട്യൂബറാണ് അത്. ഇവന് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള വീട്ടിനടുത്തുള്ള എന്നോട് പഠിച്ച ഒരു ഫ്രണ്ടും എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ 4 പേരും കൂടിയാണ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഡാനി സത്യൻ കൂടെ ഉണ്ടായിരുന്നു. ഡാനി സത്യൻ പുറത്തു നിന്നു, അതുപോലെ എന്റെ ബാക്കി ഫ്രണ്ട്സും പുറത്തായിരുന്നു. ശരിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ രേണു അന്ന് വന്നിട്ടില്ല. പകരം വന്നത് രേണുവിന്റെ അച്ഛനാണ്. രേണുവിന്റെ അച്ഛൻ അവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പട്ടി ഷോ കാണിക്കുമെന്ന് നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ, അതുപോലെ നല്ലൊരു ഷോ ഓഫ് കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള സൈഡ്, ഞാൻ ഇവരാരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഇവരാരെയും മോശമായിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോ രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് അതിന് തനിക്കെന്താ എനിക്ക് വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോ കാര്യങ്ങളും കൂടിയൊക്കെ ഞാൻ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന പോലീസുകാർക്കും എല്ലാ സാറന്മാർക്കും കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കി ഞാൻ ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ സംഗതി വളരെ സിമ്പിളാണ്. ഇവനോട് പോലീസുകാർ വീട്ടിൽ പോയിക്കണം പറഞ്ഞു, കാര്യമൊന്നുമില്ല.